അതിനാൽ നിങ്ങൾ കാന്തിക ശാസ്ത്രത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ബയോമാഗ്നറ്റ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. ഇത് ഏത് രോഗത്തെയാണ് സുഖപ്പെടുത്തുന്നത്? ഇത് ഒരു രോഗത്തിനും മരുന്നല്ല. മാഗ്നറ്റ് ഇരുമ്പിന്റെ സഹായത്തോടെ ഓക്സിജനെ ലെൻസിലേക്ക് ആഗിരണം ചെയ്യുകയും ശരീരത്തിലുടനീളം ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എങ്ങനെ പ്രവർത്തിക്കും, എത്രത്തോളം പ്രവർത്തിക്കും, ഏത് രോഗമാണ് ഇതിന് ചികിത്സിക്കാൻ കഴിയുക? ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഉപയോഗശൂന്യമാണ്. ഇത്രമാത്രം മനസ്സിലാക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിനുള്ളിലെ അയൺ കോമ്പൗണ്ടിന്റെ സഹായത്തോടെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അത് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ വലിച്ചെടുക്കുന്നു. അത് ഉയർന്ന അളവിൽ ഓക്സിജൻ ശരീരത്തിലുടനീളം വ്യാപിപ്പിക്കുന്നു. രക്തകോശങ്ങളെ ആരോഗ്യകരമായി നിലനിർത്താൻ നമുക്ക് ഓക്സിജൻ മാത്രമേ ആവശ്യമുള്ളൂ. ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ ഓർഗൻ പാർട്സും ഹെൽത്തി. ബ്ലഡ് സെൽസ് അൺഹെൽത്തി ആണെങ്കിൽ ഓർഗൻ പാർട്സും അൺഹെൽത്തി. ബ്ലഡ് സെൽസ് ഡെഡ് ആണെങ്കിൽ ബോഡി ഡെഡ്. നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കണം. ഏത് രോഗമാണ് ഇതിന് ഭേദമാക്കാൻ കഴിയുക, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം പ്രവർത്തിക്കും? ഇതിന് 4 ദിവസം, 10 ദിവസം, 25 ദിവസം എന്നിങ്ങനെ കൃത്യമായ ഒരു കണക്കുമില്ല. നിങ്ങൾ എത്രമാത്രം രക്തകോശങ്ങളെ നശിപ്പിച്ചു? നിങ്ങളുടെ ജീവിത രീതി എന്താണ്? നിങ്ങൾ എന്ത് ഭക്ഷിക്കും? നിങ്ങളുടെ മദ്യത്തിന്റെ ഉപഭോഗം നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മാഗ്നറ്റ് എന്താണ് ചെയ്യുന്നത്? അത് നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലാതെ ഒരു രോഗത്തിനുമുള്ള മരുന്നല്ല. മാഗ്നറ്റ്